ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മൈൽസ് ആൻഡ് സ്റ്റോറീസ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 25 ആണ്, ഒരു കിട്ടിക്കാച്ചി സൺഡേ ആണ്. മാത്രമല്ല ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒഫീഷ്യലി ഫസ്റ്റ് വീഡിയോ കൂടിയാണ് കേട്ടോ. ഈ ബിഗിനിങ്സ് ആർ സ്പെഷ്യൽ എന്നല്ലേ പറയാം, അതുപോലെ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഈ വീഡിയോയും ഇന്നത്തെ ഒരു ദിവസവും എനിക്കും ഭയങ്കര സ്പെഷ്യലാണ്. സോ ആ ഒരു സ്പെഷ്യാലിറ്റീൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും വിൽ സ്റ്റാർട്ട് അവർ ഫസ്റ്റ് വ്ലോഗ്. സോ നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ ഒരു സ്റ്റേക്കേഷൻ വ്ലോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെറായി ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രോപ്പർട്ടിയും അവിടെ നമ്മൾ താമസിച്ച കോട്ടേജിൽ വരുന്ന എമ്യൂണിറ്റീസൊക്കെയാണ് കേട്ടോ ഈ വ്ലോഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ദാറ്റ് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയ സ്റ്റേക്കേഷന് പോകാൻ പ്ലാൻ ഇടുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. So come, let's check out. And once again, welcome to Smiles and Stories. Let's begin the journey of entertainment. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെറായി ബീച്ച് റിസോർട്ട്. നമ്മൾ ഇനീഷ്യലി ബുക്ക് ചെയ്തിരുന്നത് അവരുടെ ഡീലക്സ് റൂം ആയിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ബുക്ക് ചെയ്ത റൂം അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ അവർ നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫ്രീ അപ്ഗ്രഡേഷൻ തന്നായിരുന്നു. അവരുടെ ഹണിമൂൺ കോട്ടേജിലേക്കാണ് കേട്ടോ അവർ അപ്ഗ്രഡേഷൻ തന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ കുറേ വാക്ക് വേസ് ഉണ്ട്. ഭയങ്കര പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇത് വരുന്നത് മുന്നമ്പം ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു മതിലിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇവിടുത്തെ എല്ലാ കോട്ടേജസും കുറച്ച് ട്രഡീഷണൽ സ്റ്റൈലിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മേളിൽ ഓലയൊക്കെ മെടഞ്ഞിട്ടുള്ള പോലെ. ഇനി പ്രത്യേകിച്ച് ഈ ഹണിമൂൺ കോട്ടേജ് വന്നിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കോർണറിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ പ്രൈവസിയും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ അകത്തേക്ക് വരുന്ന നമ്മുടെ മെയിൻ ഡോറ്. അപ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ കോട്ടേജ് ഇങ്ങനെയാണ് കാണാനായിട്ട്. ഫുൾ ഒരു ഓറഞ്ചിഷ് യെല്ലോ ടിൻറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് വരുന്നത്. ഹണിമൂൺ കോട്ടേജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫാൻസീഡ് ആയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മൾട്ടി സ്റ്റോറീഡാണ്. നമുക്കൊരു ഫസ്റ്റ് ഫ്ലോറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേക്കേസ് വഴിയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത്. സ്റ്റേക്കേസ് വന്നിട്ട് കംപ്ലീറ്റ് വുഡൻ സ്റ്റേക്കേസാണ്, പഴയ തറവാട്ടിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെ നമ്മൾ മേളിലേക്ക് വരുമ്പോൾ അവർ ബാംബൂൻ്റെ 2 ചെയറും ഒരു ടേബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മേളിൽ നിന്നുള്ള വ്യൂ അത് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ താഴ്ന്ന് കണ്ട ആ മുന്നമ്പം ലേക്കിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ആണ് നമുക്ക് ഈ മേളിൽ നിന്ന് കിട്ടുന്നത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. സോ ഡേ ടൈമിനെക്കാട്ടും കൂടുതൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഗ്ലാസ് കോഫിയോ ടീയോ ഒക്കെ കൊണ്ടുവന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇൻഫാക്റ്റ് നമുക്ക് ഈ കംപ്ലീറ്റ് കോട്ടേജിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ കാണാം. സോ ഇവർ ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരൊറ്റ മരം പോലും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ മരങ്ങളും ഇതുപോലെ ഇൻടാക്റ്റ് ആയിട്ട് നിർത്തിയിട്ടാണ് ഇവിടുത്തെ എല്ലാ കോട്ടേജസും ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള വുഡൻ ഫേർണിച്ചേഴ്സും അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുറേ മരങ്ങളൊക്കെ പോയി നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഈ കോട്ടേജിനുള്ള. ഇനി നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ താഴത്തെ ഒരു വോളെന്ന് പറയുന്നതിൽ അവരൊരു വലിയ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ മീനുകളും മീൻ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. സോ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന ഫാമിലീസ് ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം തോന്നാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ അവരവിടെ ചെയ്തിരിക്കുന്നത്. അത്ര നല്ല വലിയ അക്വേറിയമാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വാഷ്റൂമാണ്. അപ്പോൾ ആ ഡോറ് തുറന്ന് വരുമ്പോൾ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. ജക്യൂസി ഒന്നുമല്ല, പക്ഷേ ഇൻബിൽഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂള് അവർ വാഷ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം അത്ര ഫാൻസീഡ് ഒന്നുമല്ല, നോർമൽ വാഷ്റൂം തന്നെയാണ്. പക്ഷെ നല്ല ഹൈജീനിക്കും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വാഷ്റൂമാണ് കേട്ടോ. നമ്മുടെ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർട്ടി തന്നെ നല്ല അടിപൊളി ആയതുകൊണ്ട് നമ്മൾ ഫുൾ പ്രോപ്പർട്ടി നടന്ന് കണ്ടു, കുറേ പിക്ചേഴ്സ് എടുത്തു. അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയുടെ ഒരു എന്താ പറയുക എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റു. ഒരു 5-5:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. ബിക്കോസ് നമ്മുടെ കോട്ടേജിൽ നിന്ന് നേരെ വന്നിരിക്കുമ്പോൾ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഇതുപോലെ നമ്മുടെ കോട്ടേജിന് മാത്രമായിട്ടൊരു ഹാമൊക്കെ ഉണ്ട്. സോ അവിടെ വന്ന് കുറേ നേരം ഊഞ്ഞാലാടി സൺറൈസൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചൊരു 8:30-9 വരെ അവിടെ ഇങ്ങനെ ചിൽ ഔട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത ഏർലി സൺറൈസിൻ്റെ സമയത്ത് എടുത്ത കുറച്ച് പിക്ചേഴ്സ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നമ്മൾ ഈ കലണ്ടറിൽ സീനറി ഒക്കെ കാണുന്ന പോലത്തെ പിക്ചേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റേക്കേഷൻ വേണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂരും എറണാകുളം ഒക്കെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി നിന്ന് ഇച്ചിരി പീസ്ഫുള്ളായിട്ട് ചില്ലൗട്ട് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ.